ഫേസ്ബുക്കിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കത്തിക്കയറുന്ന ഒരു വലിയൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മുരളി ആചാരി ജയൻ്റെ മകനാണ് എന്നുള്ള ഒരു വലിയ വാർത്തയാണ് വരുന്നത്. സത്യത്തിൽ ആർക്കും വേണമെങ്കിൽ പറയാം, എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ അച്ഛൻ പ്രേം നസീറാണ്. പക്ഷേ ഞാനത് പറയുന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ അമ്മയെ എനിക്ക് മോശമാക്കി പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഈ മുരളി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ആ മുരളിയെ വെച്ചിട്ട് സിനിമ പ്ലാൻ ചെയ്തു. ചില കാര്യങ്ങൾ കൊണ്ട് അയാളുടെ ചില പ്രവർത്തികൾ കൊണ്ട് ഞാൻ അയാളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ആ സിനിമ പൂർത്തീകരിച്ചു. കാരണം അയാളെ വെച്ച് 45 സീൻ ഷൂട്ട് ചെയ്ത സിനിമയാണ്. പ്രത്യേകിച്ച് മസ്കറ്റ്, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത പടമാണ്. അപ്പോൾ ആ സിനിമ പോലും നമ്മൾ അയാളുടെ ചില പ്രവർത്തികളുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ മുരളി ആചാരി നടൻ ജയൻ്റെ മകനല്ല. അക്കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി ചെയ്യാൻ കാരണം ഇയാൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തു. അയാളെ ജയൻ്റെ അനുജൻ സോമൻ നായരുടെ വിവാഹ ദിവസം ഈ മുരളിയുടെ അമ്മ മുരളിയെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കി 10,000 രൂപ അന്ന് കൊടുത്ത് പ്രശ്നം തീർക്കുകയും ചെയ്ത എൻ്റെ ചാർജ് ഉണ്ടാകുന്ന ഹെഡ് കോൺസ്റ്റബിളാണ്. അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കൃഷ്ണൻ നായരുടെ മകനല്ല. പിന്നെ ബാക്കി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചുള്ള. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്തരിച്ചു പോയ ജയൻ എന്ന് പറയുന്ന മലയാളികളുടെ എക്കാലത്തെയും വൈകാരികമായ ഒരു നടനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നു. ആ കെയർ ഓഫിൽ 5-10 രൂപ ഉണ്ടാക്കുന്നു. വളരെ നാണംകെട്ട പണിയാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. ഞാനിത് പറയുന്നുണ്ട്, നാളെ തൊട്ട് അയാൾ വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ പറയും, അല്ലെങ്കിൽ അയാളുടെ കുറേ ആരാധകർ ചീത്ത പറയും. എന്നാലും ഞാൻ ഒരു മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ ശക്തമായിട്ട് പറയുന്നു, മുരളി ആചാരി ഒരിക്കലും സിനിമാ നടൻ ജയൻ്റെ മകനല്ല.